ഹലോ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. ഞാൻ ഉസ്താദ് സിറാജുദ്ദീൻ ലത്തീഫ് ഉസ്താദ്. ലത്തീഫ് ഉസ്താദ് അല്ലേ? അതെ. പിന്നെ ഉസ്താദിന്റെ പുതിയ എപ്പിസോഡ് കണ്ട്, ബോംബെ നാരായണന്റെ. ആ അതില് ആ ബോംബെയിൽ റൂം അടച്ചുപൂട്ടി ഇരുന്ന് പറഞ്ഞത് മടവൂർ ഷെയ്ഖുനാനെ കുറിച്ചാണോ പറയണത്? അല്ലല്ല, വടകരായുധങ്ങളെ കുറിച്ച്. ഞാൻ അതിങ്ങനെ കുറെ ആലോചിച്ചു. വടകരാജിതങ്ങളെ കുറിച്ചാണല്ലേ? അത് ഒരു വടകരായുധങ്ങളുമായിട്ട് ബന്ധം. അപ്പം ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു മഹാനാണല്ലോ വടകരായുധങ്ങൾ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ മടവൂർ അപ്പം മുസ്ലിം ആണല്ലോ അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് ജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മള് മടവൂർ ശിവനാന്റെ ചരിത്രമാണ് കൂടുതലും. പിന്നെ ഓരോ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരുടെ അനുഭവങ്ങൾ ആരെങ്കിലും പറയേണ്ട അത് എടുക്കലുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട് അത്. അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ ബിസിനസ് ആണ്. നിങ്ങൾ ശൈഖുനാനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഷെയ്ഖുനാനെ കണ്ടവരെ കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആൾക്കാർ. നിങ്ങളെക്കാട്ടി കൂടുതൽ ആരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഒരു ഭാഗ്യായി. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ ഇപ്പോഴും യാത്രയില്ല. ഇപ്പൊ ഒരാളെ കണ്ടിട്ട് അടുത്തൊരാളത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൈഖുനാനെ കണ്ട നിങ്ങളെ പോലുള്ള ആളുകൾ നമ്മുടെ യാത്ര ചെലവിനൊക്കെ ഒന്ന് സഹായിച്ചെന്ന വലിയ ഉപകാരം. അത്രയും ബുദ്ധിമുട്ടുള്ള ടൈറ്റ് ഉള്ളതുകൊണ്ട് ചോദിക്കും പറയുന്നത്. സാമ്പത്തിക സഹായമാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ. ഉസ്താദിന്റെ എണ്ണ അടിക്കാനും പറ്റിയ അത്രയും പ്രയാസമാണ്. അല്ല, എണ്ണ അടിക്കാനേ ഞാൻ ചോദിക്കണത്. പിന്നെ മടവൂർ ഷെയ്ഖുനാന്റെ വേറൊരു എപ്പിസോഡിൽ കണ്ടുന്നത് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആ കറാമത്തോണ്ട് പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ? മടവൂർ ഷെയ്ഖുനാന്റെ ഒരു കറാമത്ത് പറഞ്ഞിട്ട് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടി അറിയണ്ടേ? അപ്പൊ മൂപ്പര കറാമത്ത് പ്രചരിപ്പിക്കണം. നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ കറാമത്തോണ്ട്? പെട്രോൾ ഇല്ലാണ്ട് ഓടിക്കൂടെ? മടവൂർ ഷെയ്ഖുനാന്റെ കറാമത്തോണ്ട് അങ്ങനെ കുറെ വണ്ടി അങ്ങനെ ഓടിയെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. ഓര് വിചാരിച്ചു ഓടും. അപ്പൊ ഓരോട് വിചാരിക്കാൻ പറയും. ഇതിന് നമ്മളോട് കഞ്ചാൻ നിൽക്കുന്നുണ്ട് നിങ്ങള്. ഉളുപ്പുണ്ടെങ്കിൽ എനിക്കൊക്കെ ഈ റമദാൻ മാസം ഇറക്കാന് ഓടുന്നു പോകാൻ പറ്റും ഓടുന്നു. അതെ അതെ അതെ. എന്നിട്ട് ഇങ്ങനെ കഞ്ചാൻ നിൽക്കുക. പിന്നെ ചാരിറ്റി മറ്റേത് മറിച്ച് തരണിട്ട് ഇങ്ങനെ എനിക്ക് വേറെ പോലെ എനിക്ക് കൂലിപ്പണിക്ക് ബംഗാളികളൊപ്പം എനിക്ക് സെന്ററിങ്ങിന് പോയാൽ എനിക്ക് 1200 ഉറുപ്പ്യ വാങ്ങിത്തരാം. ഇങ്ങനെ മടവൂരിന്റെ മയ്യത്തും വിറ്റ് തിന്നാൻ എനിക്ക് നാണം മാനുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിപ്പിടിച്ച് അത്ര തടിണ്ട്. മടവൂർ ഷെയ്ഖുനാന്റെ കറാമത്ത് എനിക്ക് എണ്ണക്ക് പൈസ അടിച്ചു. പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് ഓടിക്കൂടെ വണ്ടി. പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് ഓട്ടിക്കാളെ വണ്ടി. കറാമത്തോണ്ട് ഓടുപോലെ വണ്ടി. തലച്ചോറ് ചേർത്ത കൗമിനെ പറ്റിച്ച് നടക്കുക. ഉളുപ്പുണ്ട് എനിക്ക് അത്ര വലിപ്പുണ്ട്. യാത്രയിൽ വണ്ടിയിൽ കയറി സിഎം ഒരു കാറിലുണ്ട്. പെട്രോൾ ഇല്ലാതെ എത്രയോ, എണ്ണയില്ലാതെ എത്രയോ മൈലുകൾ, ദിവസങ്ങൾ വണ്ടി ഓടിയ സംഭവം സിഎമ്മിന്റെ ചരിത്രത്തിൽ കാണാം. വണ്ടി നിന്നുപോയി. എന്താ വെച്ച്? അത് എണ്ണയില്ലായിട്ട് ഏറ് കടന്നാണ്. ടയറുണ്ടോ? ടയറുണ്ട്. എന്നാൽ ഓടാം. അങ്ങനെ പിന്നെ 8 ദിവസം ഓടി. 8 ഒരു കണക്കല്ല. അത് പിന്നെ എണ്ണുള്ള സ്ഥലത്ത് എത്തിയപ്പോ അല്ലെങ്കിൽ എണ്ണ കിട്ടിയപ്പോ അടിച്ചതാ. അത് എത്രയും ഓടും. അത് എണ്ണ കൊണ്ട് ഓടുന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണ ഒരു എണ്ണയല്ല. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മഹാനവറുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വളവട്ട കാറിലാണ്. ഗേറ്റ്, റെയിൽവേ പാലം ഗേറ്റ് അടച്ചില്ല. കാറ് ട്രാക്കിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോ ട്രെയിൻ ഇങ്ങനെ വരുന്നു. അപ്പൊ കാറിലെല്ലാരും പഠിച്ചു. മഹാനവറുകൾ കൈ ഇങ്ങനെ ഒന്ന് കാട്ടി. കാറിന്റെ നേരെ മുമ്പിൽ അവിടെ നിന്ന് ട്രെയിൻ അവിടെ നിന്നു. വരാൻ പറ്റ മക്കാമിലേക്കാണ് പോകേണ്ടത്. ചെറിയ ഒരു പാലം, ജീപ്പ് അതിലെ പോകൂല. പാലം തന്നെ മുള കൊണ്ടും കവുങ്ങ് കൊണ്ടുണ്ടാക്കിയതാണ്. അത് നടക്കാൻ പറ്റാത്ത രൂപത്തില് ഒക്കെയും വളരെ അധോഗതിയുള്ള ഒരു പാലം. ജീപ്പ് അവിടെ നിൽക്കുകയാണ്. ഹാജിയാര് ജീപ്പ് ഇറങ്ങിയിട്ട് പറഞ്ഞു, ശൈഖുന, ഇനി നമുക്കിതിലൂടെ അങ്ങ് നടന്നു പോകാം. നമുക്കൊന്ന് നടന്നു പോകാം. നടക്കാൻ തന്നെ പറ്റുമെന്നുള്ള പ്രശ്നത്തിലാ മൂപ്പരുള്ളത്. ശൈഖുന ഒന്നും മിണ്ടിയില്ല. ശൈഖുനൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ തവണയും കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അടുത്ത് പറയാ. അല്പസമയത്തിന് ശേഷം ചോദിച്ചു, ശൈഖുന, അതിലൂടെ വാഹനം പോകൂല, നമുക്ക് നടന്നാൽ. മിണ്ടുന്നില്ല. ശൈഖുന മൗനത്തിലാണ്. അല്പസമയത്തിന് ശേഷം ഒന്നുകൂടി ഞാൻ പറഞ്ഞു നോക്കി, പോകാം, നമുക്ക് നടന്നു പോകാം. ജീപ്പ് ഒരു നിൽക്കും പോകൂല. ശൈഖുന ഒറ്റ വാക്കാം, വണ്ടിയിൽ കയറി ജീപ്പ് എടുക്കൂ എന്നാണ്. വണ്ടിയിൽ കയറൂ, ജീപ്പ് എടുക്കൂ. ഒന്നും ചിന്തിച്ചില്ല ഞാൻ. വണ്ടിയിലങ്ങ് കയറി. ജീപ്പ് അങ്ങോട്ടാൻ തുടങ്ങി. സത്യത്തിൽ ഞങ്ങൾ പാലം അപ്പുറം കടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ കടന്നു എന്ന് എനിക്കറിയില്ല.
ഏത് വഴിയിൽ കടന്നു എന്നറിയില്ല. ആ വാരാമ്പറ്റ മഖാമിന്റെ മുമ്പിൽ ചെന്ന് ജീപ്പ് നിൽക്കുകയാണ്. ശൈഖുന ഇരിക്കുന്ന വണ്ടിയല്ലേ. നിങ്ങളെ CM വല്ലാത്ത CM വലിയ അങ്ങനെ ഫ്ലൈറ്റിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചിക്കണ അങ്ങനെ കാണാൻ. അങ്ങനെ അയാള് ഉണർന്ന് നോക്കുമ്പോ അനൗൺസ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ ഇറങ്ങാണ്. അതാണ് CM വലിയ. ഫ്ലൈറ്റ് നിയന്ത്രിക്കും, ട്രെയിനും നിയന്ത്രിക്കും, ഒക്കെ നിയന്ത്രിക്കും. കണ്ണൂർ വളപട്ടണം, തലശ്ശേരി വളപട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലേ ഉള്ളൂ. തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാൻ. ട്രെയിൻ വരുമ്പോ മറ്റേ കൊയിഞ്ഞു പോകണം. പക്ഷെ ഒരു സമയം ഇതങ്ങോട്ട് കയറി ശൈഖുനയുള്ള വാഹനം, കാറ്, അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിന്. വാഹനത്തിൽ ശൈഖുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് ഭയന്നുപോയി. ശൈഖുനയുടെ മുമ്പിലേക്ക് ശരീരം വെച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ. ഏതുപോലെ ഉഹദിൽ ശത്രുക്കൾ അമ്പ് ചെയ്തപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹി മറഞ്ഞു നിന്നതുപോലെ ശൈഖുനാക്കൊന്നും സംഭവിക്കരുതെന്ന് മനസ്സിലാക്കി. പക്ഷെ ശൈഖുന പറഞ്ഞു ഭയപ്പെടേണ്ട. തീവണ്ടിയിലേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു അവിടെ നിൽക്കൂ. തീവണ്ടി അവിടെ നിന്നല്ലോ. ആ ഡ്രൈവർ ഇറങ്ങി വന്ന് കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് എന്നാൽ അത് തീവണ്ടി എന്നല്ല, ഉലകം നിൽക്കും. ശൈഖുന റൂമിലുണ്ട്, ഹാജിയാരുള്ളത് റൂമിന്റെ പുറത്താണ്. റൂമിൽ നിന്ന് ശൈഖുന സംസാരിക്കുകയാണ്. ആരുമില്ല വേറെ. ശൈഖുന സ്ഫുടമായ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, നല്ല ഇംഗ്ലീഷ്. ഹാജിയാർ പറയുന്നുണ്ട്, എവിടെയും ഒരു മിസ്റ്റേക്കുമില്ല, ഒരു പ്രോബ്ലം ഇല്ല, വ്യക്തമായ സ്ഫുടമായ ഇംഗ്ലീഷ്. കുറെ നേരം ഇങ്ങനെ കേട്ടിരുന്നു. രാവിലെ മടവൂർ ശൈഖുനായോട് ഹാജിയാർ ചോദിച്ചു, ഇന്നലെ നിങ്ങൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? മടവൂർ ശൈഖുന പറഞ്ഞു, ഇന്നലെ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ 1000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക്, അതായത് നമ്മുടെ ഈ സത്യത്തിന്റെ വഴിയിലേക്ക് വന്നപ്പോ ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായി. ചിലപ്പോ ഒരു വാഹനവും കിട്ടാതെ എന്തെന്നാ ഇപ്പൊ നമ്മൾ പോവുക എന്ന് വിചാരിച്ച് ഫാത്തിഹ മടവൂരിലേക്ക് ഓതുമ്പോ അതാ വരുന്നു, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാറ് വരുന്നു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇതൊക്കെ ആരാ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ലൗഹുൽ മഹ്ഫൂദ് വരെ തിരുത്താൻ അധികാരമുള്ള നേതാക്കളാണ് അവര്. അതാ ശൈഖുന മടവൂര്. ലോകം മൊത്തം കണ്ടിട്ട് അത് നിയന്ത്രിച്ച് ഞാൻ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. അപ്പം ചുറ്റുഭാഗത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും വ്യത്യസ്ത ദേശങ്ങളിലും വ്യത്യസ്ത ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ശൈഖുന നോക്കുകയും നിരീക്ഷിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശൈഖുന തന്നെ പ്രത്യക്ഷപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രംഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി നമ്മൾ വിചാരിക്കുന്ന എത്ര ഗവൺമെന്റ് നിയമങ്ങളിലാണ് ശൈഖുന ഇടപെട്ട് നേരത്തെ അതിലൊക്കെ തീരുമാനം അവിടുത്തെ അഹ്ബാബുകൾക്ക് പറഞ്ഞു കൊടുത്തത്. പോലീസിന് ചെറിയ ട്രൗസറായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ശൈഖുന പ്രത്യേകം ഗവൺമെന്റ് മാറ്റുന്നതിന്റെ തൊട്ട് മുമ്പ് ശൈഖുനായിൽ നിന്ന് ആ മാറ്റം പ്രഖ്യാപിക്കുന്നുണ്ട്. പോലീസിന് മുഴുവനും ഫാൻസാക്കി ശൈഖുന പ്രഖ്യാപിക്കുന്നുണ്ട്. അല്ല, എണ്ണ അടിക്കാനേ ഞാൻ ചോദിക്കണത്. പിന്നെ മടവൂർ ശൈഖുനാന്റെ വേറൊരു എപ്പിസോഡിൽ കണ്ടുന്നത് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആ കറാമത്തോണ്ട് പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ? ആ, മടവൂർ ശൈഖുനാന്റെ ഒരു കറാമത്ത് പറഞ്ഞിട്ട് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടി അറിയണ്ടേ. അപ്പൊ മൂപ്പര കറാമത്ത് പ്രചരിപ്പിക്കണം, നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ കറാമത്തോണ്ട്? ആ, മടവൂർ ശൈഖുനാന്റെ കറാമത്തോണ്ട് അങ്ങനെ കുറെ വണ്ടി അങ്ങനെ ഓടിയെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. ആ, അപ്പൊ ഓരോട് വിചാരിക്കാൻ പറയും. ഇതിന് നമ്മളോട് കഞ്ചാൻ നിൽക്കണ്ട് നിങ്ങള്. ഉളുപ്പുണ്ടെങ്കിൽ എനിക്കൊക്കെ ഈ റമദാൻ മാസം ഇറക്കാന് ഓടന്ന് പോകാൻ പറ്റും ഓടന്ന്. അതെ അതെ അതെ. എന്നിട്ട് ഇങ്ങനെ കഞ്ചാൻ നിൽക്കുക, പിന്നെ ചാരിറ്റി മറ്റേത് മറിച്ച് തരണിട്ട് ഇങ്ങനെ. എനിക്ക് വേറെ പോലെ എനിക്ക് കൂലിപ്പണിക്ക് ബംഗാളികളൊപ്പം എനിക്ക് സെന്ററിങ്ങിന് പോയാൽ എനിക്ക് 1200 റുപ്യ വാങ്ങിത്തരാം. ഇങ്ങനെ മടവൂരിന്റെ മയ്യത്തും വിറ്റ് തിന്നാൻ എനിക്ക് നാണം മാനുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിപ്പിടിച്ച് അത്ര തടിണ്ട് ഒന്ന് വലിപ്പ. ആ, മടവൂർ ശൈഖുനാന്റെ കറാമത്ത് എനിക്ക് എണ്ണക്ക് പൈസ അടിച്ചു. പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് ഓടിക്കൂടെ വണ്ടി. ആ, പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് ഓട്ടിക്കാളെ വണ്ടി കറാമത്തോണ്ട് ഓടുപോലെ വണ്ടി. തലച്ചോറ് ചേർത്ത കൗമിനെ പറ്റിച്ച് നടക്കുക. ഉളുപ്പുണ്ട് എനിക്ക് അത്ര വലിപ്പുണ്ട് ബിരുദെടുത്തുകാണ്ട്.